കണ്ണൂർ ജില്ലയിൽ 2 ദിവസമായി പെയ്യുന്ന ശക്തമായ മഴയ്ക്ക് താൽക്കാലിക ശമനം. മഴ കുറഞ്ഞതോടെ പല സ്ഥലത്തെയും വെള്ളക്കെട്ടും ഒഴിഞ്ഞു തുടങ്ങി. അതേസമയം കഴിഞ്ഞ ദിവസം ഒഴുക്കിൽപ്പെട്ട നീന്തൽ പരിശീലകനായ രാജേഷിനെയും പേരാവൂർ സ്വദേശി ഹനീഫയെയും കണ്ടെത്താനായിട്ടില്ല. കഴിഞ്ഞ 2 ദിവസം ഇടതടവില്ലാതെ പെയ്ത മഴയ്ക്ക് താൽക്കാലിക ശമനം. 48 മണിക്കൂറിനുള്ളിൽ ശക്തമായി പെയ്ത മഴയിൽ ജില്ലയിലുണ്ടായത് വ്യാപക നാശനഷ്ടമാണ്. മലയോര മേഖലയിൽ ഉരുൾപൊട്ടലുണ്ടായി. ശ്രീകണ്ഠാപുരം നഗരം വെള്ളത്തിലായി. 2018-2019 കാലഘട്ടത്തിനു ശേഷം ആദ്യമായാണ് നഗരം ഇങ്ങനെ വെള്ളത്തിനടിയിലാകുന്നത്. ഒരുപാട് വെള്ളം സ്റ്റാൻഡിൽ അപ്പുറത്ത് മറ്റൊരു മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റിലെല്ലാം ഇന്നലെ 11 മണിക്ക് വെള്ളം എല്ലാം സാധനം മാറ്റേണ്ടി വന്നു. വളരെ അന്നേരം പിന്നെ അവിടെ വെള്ളമെല്ലാം നിറഞ്ഞില്ലേ. ടൗണിൽ വെള്ളമുണ്ട്. എന്തിനാ ടൗണിൽ പോയില്ല. എനിക്ക് അതിൽ അതിലൂടെ വരാൻ കഴിയില്ല. ഇപ്പുറത്തോ കൂടി അത് റൂട്ട് മാറ്റിയിട്ട്. കനത്ത മഴയിൽ നിരവധി വീടുകൾ വെള്ളത്തിനടിയിലായി. മാടായിയിൽ വീടിന്റെ മേൽക്കൂര തകർന്ന് 7 വയസ്സുകാരന് പരിക്ക് പറ്റി. കുളവയൽ റോഡിലെ പാർത്ഥിപിനാണ് പരിക്ക്. കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതേസമയം രാവിലെയോടെ മഴ മാറി നിന്നപ്പോൾ പലയിടത്തെയും വെള്ളക്കെട്ട് ഒഴിഞ്ഞു തുടങ്ങി. ശ്രീകണ്ഠാപുരം നഗരവും പതിയെ സാധാരണ നിലയിലാവുകയാണ്. എന്നാൽ വീണ്ടും മഴ പെയ്യുമോ എന്ന ആശങ്ക നിലനിൽക്കുകയാണ്. ജനം, കണ്ണൂർ.